ക്രിക്കറ്റിൽ ഓരോ കാലത്തും ഓരോ വിസ്മയങ്ങളുണ്ടാകും. ആ വിസ്മയങ്ങളെ സച്ചിൻ എന്നും ധോണി എന്നും കോഹ്ലി എന്നും ബ്രാഡ്മാൻ എന്നും ലാറി എന്നും നമ്മൾ വിളിക്കും. എന്നാൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ചർച്ച ചെയ്യുന്നത് ഒരേ ഒരു പേരാണ്, വൈഭവ് സൂര്യവംശി. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ IPL എന്ന വമ്പന്മാരുടെ പോരാട്ടഭൂമിയിൽ ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ഈ യുവവിസ്മയം ഇന്ന് തകർത്തെറിഞ്ഞത് ഗ്ലെൻ മാക്സ്വെല്ലിന്റെയും പൃഥ്വി ഷായുടെയും സഞ്ജു സാംസണിന്റെയും ഒക്കെ വമ്പൻ റെക്കോർഡുകളാണ്. ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് 500 റൺസ്. IPL ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുമായി ഈ നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ താരം. ലക്നൌവിനെതിരെയുള്ള മത്സരത്തിൽ റൺസ് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും റെക്കോർഡ് പുസ്തകത്തിൽ തന്റെ പേര് സ്വർണ്ണലിപികളാൽ എഴുതിച്ചേർത്താണ് വൈഭവ് മടങ്ങിയത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ ഉദയം ചെയ്തോ എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ തകർപ്പൻ ജയമാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത്. ബൗളർമാർ കരുത്തുകാട്ടിയ മത്സരത്തിൽ 40 റൺസിനാണ് രാജസ്ഥാന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 6 വിക്കറ്റിന് 159 റൺസ് എടുത്തപ്പോൾ ലക്നൌവിന് 18 ഓവറിൽ 119 റൺസിന് കൂടാരം കയറേണ്ടി വന്നു. രാജസ്ഥാന്റെ ബാറ്റ് നിര അല്പം നിരാശപ്പെടുത്തിയെങ്കിലും ബൗളർമാർ കിടിലൻ പ്രകടനം പുറത്തെടുക്കുകയായിരുന്നു. മത്സരത്തിൽ രാജസ്ഥാന്റെ യുവ ഓപ്പണറായ വൈഭവ് സൂര്യവംശി പ്രതീക്ഷ പ്രകടനമല്ല നടത്തിയത്. വമ്പനടിക്കാരനായ വൈഭവ് 11 പന്തിൽ നിന്ന് 8 റൺസാണ് നേടിയത്. ഇടങ്കയ്യൻ പേസർ മൊഹ്സിൻ ഖാനാണ് വൈഭവിനെ പുറത്താക്കിയത്. വലിയ സ്കോറിലേക്ക് ഉയർന്നില്ലെങ്കിലും ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കാൻ വൈഭവിന് സാധിച്ചു. IPL 14 മത്സരത്തിൽ നിന്ന് 506 റൺസാണ് നിലവിൽ വൈഭവിനുള്ളത്. 227 പന്തുകളിൽ നിന്നാണ് വൈഭവ് 500 റൺസ് മറികടന്നത്. ഇതോടെ പന്തുകളുടെ അടിസ്ഥാനത്തിൽ IPL വേഗത്തിൽ 500 റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡിലേക്ക് എത്താൻ വൈഭവിന് സാധിച്ചു. ഗ്ലെൻ മാക്സ്വെല്ലിന്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ഇപ്പോൾ വൈഭവ് തകർത്തത്. 260 പന്തുകളിൽ നിന്നാണ് മാക്സ്വെൽ ഈ നേട്ടത്തിലേക്ക് എത്തിയത്. പ്രിയൻ ഷാരിയ 278 പന്തിൽ നിന്നും, വീരേന്ദ്ര സെവാഗ് 280 പന്തിൽ നിന്നും, അമാൻദീർ 283 പന്തിൽ നിന്നും, ട്രാവിസ് ഹെഡ് 284 പന്തിൽ നിന്നും ഈ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 500 റൺസ് എന്ന നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമായി മാറാനും വൈഭവിന് സാധിച്ചു. കൂടാതെ IPL 500 റൺസ് നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇനി വൈഭവിനാണ്. 15 വയസ്സും 26 ദിവസവുമാണ് വൈഭവിന്റെ പ്രായം. 19 വയസ്സും 114 ദിവസവും പ്രായമുള്ളപ്പോൾ പൃഥ്വി ഷാ നേടിയ റെക്കോർഡിനെയാണ് വൈഭവ് മറികടന്നത്. 19 വയസ്സും 195 ദിവസവും പ്രായമുള്ളപ്പോഴാണ് സഞ്ജു സാംസൺ ഈ നേട്ടത്തിലേക്ക് എത്തിയത്. ഋഷഭ് പന്ത് 19 വയസ്സും 220 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. വൈഭവ് സൂര്യവംശിക്ക് ഇത്തവണത്തെ IPL വളരെ പ്രധാനപ്പെട്ടതാണ്. തകർപ്പൻ പ്രകടനം നടത്താൻ സാധിച്ചാൽ വൈകാതെ ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് എത്താൻ വൈഭവിന് സാധിക്കും. ഇന്ത്യയുടെ വരാനിരിക്കുന്ന അയർലൻഡ് T20 പരമ്പരയിൽ വൈഭവിനെയും പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിലേക്ക് എത്താൻ വൈഭവിന് സാധിക്കും. ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത്. എന്നാൽ ആദ്യ മത്സരങ്ങളിലെ മികവ് പിന്നീട് കാട്ടാൻ താരത്തിന് സാധിക്കാതെ പോവുകയാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ വൈഭവിന് കിടിലൻ പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ലക്നൗ സൂപ്പർ ജയൻസ് സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെ 40 റൺസിന്റെ തോൽവിയാണ് ലക്നൌവിന് നേരിടേണ്ടി വന്നത്. ആദ്യം മാറ്റിയ രാജസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റിന് 150 റൺസിൽ ഒതുങ്ങിയപ്പോൾ മറുപടിക്ക് ഇറങ്ങിയ ലക്നൌവിന് 18 ഓവറിൽ 119 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അനായാസമായി ലക്നൌ ജയിക്കുമെന്ന് കരുതിയ കളിയാണ് മോശം ബാറ്റിംഗ് പ്രകടനത്തോടെ കളഞ്ഞു കുളിച്ചത്. ലക്നൌവിന്റെ ബൗളർമാർ കരുത്തുറ്റ രാജസ്ഥാൻ ബാറ്റിംഗിനെ പിടിച്ചു കെട്ടിയെങ്കിലും ഇത് മുതലാക്കാൻ ലക്നൌവിന്റെ ബാറ്റ്സ്മാൻമാർക്ക് സാധിക്കാതെ പോയി. ഇതിന് പിന്നാലെ ലക്നൌ നായകൻ ഋഷഭ് പന്തിനെതിരെ വലിയ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത്. ഇത്തവണയും മിച്ചൽ മാർഷിനൊപ്പം ആയുഷ് ബദോനിയെ ഓപ്പണറാക്കിയാണ് ലക്നൌ ഇറങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഈ നീക്കം വലിയ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. രാജസ്ഥാനെതിരെ ഗോൾഡൻ ഡക്കായാണ് ബദോനി മടങ്ങിയത്. റണ്ണൌട്ടായാണ് താരത്തിന്റെ മടക്കം. പിന്നീട് അങ്ങോട്ട് ഒരിക്കലും ലക്നൌ പ്രതീക്ഷിക്കാത്ത തകർച്ചയാണ് സംഭവിച്ചത്. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 3 പന്ത് നേരിട്ട് ഡക്കിന് പുറത്തായി. നന്ദ്രെ ബർഗറാണ് ഋഷഭിനെ മടക്കിയത്. മോശം ഷോട്ടിന് ശ്രമിച്ച ഋഷഭ് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാൻ ഋഷഭിന് സാധിക്കുന്നില്ലെന്നും 27 കോടി പ്രതിഫലം വാങ്ങുന്നതിനോട് നീതി കാട്ടാൻ ഋഷഭിന് സാധിക്കുന്നില്ലെന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. ആരാധകരുടെ കൈയടി നേടാൻ ശ്രമിച്ച് ചില അനാവശ്യ ഷോട്ടുകൾ ഋഷഭ് കളിക്കും. ചിലപ്പോൾ അത് സിക്സർ പോയെങ്കിലും മിക്ക സമയത്തും വിക്കറ്റായി മാറുകയാണ്. എന്നിട്ടും ഋഷഭ് ഇതുതന്നെ ആവർത്തിക്കുന്നു. ടീമിന്റെ വിജയത്തിനായി ശ്രമിക്കുന്നില്ലെന്നും ഋഷഭ് നായകസ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നുമാണ് ആരാധകരുടെ വിമർശനം.